ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം 1 പത്രോസ് 2 അധ്യായം 20 വാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് കഷ്ടതയാണ്. കഷ്ടതയുടെ സഹനമാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്നതാണ്. കഷ്ടതയെ ഏറ്റെടുക്കുന്നതാണ്. എന്നാൽ ആ കഷ്ടത ഒരിക്കലും കുറ്റം ചെയ്തിട്ട്, തിന്മ ചെയ്തിട്ട്, അരുതാത്തത് ചെയ്തിട്ട് ഉള്ളതായിരുന്നില്ല. മറിച്ച് നന്മ ചെയ്തത് നിമിത്തം, സൗഖ്യം നൽകിയ നിമിത്തം, കാഴ്ച നൽകിയ നിമിത്തം, സഹായം നൽകിയ നിമിത്തം, സ്നേഹം നൽകിയ നിമിത്തം, കരുതൽ നൽകിയ നിമിത്തം ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് ഈ വേദഭാഗം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വേദഭാഗം അവസാനിക്കുന്നിടത്താണ് അതിമനോഹരമായ ആ വാക്യം കൊടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സൗഖ്യം? നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിപ്പാനുള്ള സൗഖ്യം. മനുഷ്യ ജീവിതയാത്രയിൽ പലപ്പോഴും തിന്മ ചെയ്തിട്ടുണ്ടാകുന്ന കഷ്ടതകളേക്കാൾ വേദനയും ദുഃഖവും ഉണ്ടാവുന്നത് നന്മയ്ക്ക് എതിരെ കഷ്ടവും വരുമ്പോഴാണ്. സ്വാഭാവികമായും നന്മ ചെയ്യുമ്പോൾ അതിന് നന്മ ഫലമുണ്ടാകുമെന്ന്, സന്തോഷഫലമുണ്ടാകുമെന്ന്, സമാധാന ഫലമുണ്ടാകുമെന്ന് ചിന്തിച്ചു പോവുക കരണീയമാണ്. എന്നാൽ ജീവിതാനുഭവങ്ങളും ലോകാനുഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് നന്മ പലപ്പോഴും കഷ്ടതയാണ് നമുക്ക് മടക്കിത്തരുന്നത്. എന്നാൽ ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ് അതിനർത്ഥം. ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ് അതിന് മാന്യത. അതുകൊണ്ട് ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിപ്പാനുള്ള കൃപ, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിപ്പാനുള്ള ധൈര്യം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിപ്പാനുള്ള ബലം ദൈവം നമുക്ക് തരട്ടെ. ആമേൻ.